കേരളത്തെ മൊത്തത്തിൽ ഇന്നലെ നടുക്കിയ ആ മഹാദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ മുക്തരായിട്ടില്ല. തൃശ്ശൂർക്കാരുടെയൊക്കെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം. അതിലാണ് ഇന്നലെ കെടുതി പോലെ ആ ഒരു ദുരന്ത വാർത്ത നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കേട്ടത്. ഒരു അട്ടിമറി സംശയിക്കുന്നതായി ഇന്നലെ തന്നെ ഈ മേഖലയിലെ വിദഗ്ധരടക്കം പറഞ്ഞൊരു കാര്യമാണ്. കൂടാതെ മുൻ ഫയർഫോഴ്സ് മേധാവി അടക്കം ഇതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാരണം സംഭവ സ്ഥലത്ത് ഒരൊറ്റ ഫയർഫോഴ്സ് യൂണിറ്റ് പോലും സുരക്ഷാ സന്നാഹവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതാണ് ഇതിന്റെ സുരക്ഷാ വീഴ്ച തന്നെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു അട്ടിമറി നടന്നു എന്ന ഒരു സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് തൃശ്ശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണം അല്ല എന്ന പ്രാഥമിക ഒരു നിഗമനമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനാണ് ഈ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയിൽ ഉൾപ്പെടെയാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപകട കാരണം എന്താണ് എന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് ഇനി അതീവ നിർണായകമായി മാറും. ലൈസൻസ് ഉണ്ടെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിരോധിതമായ സ്ഫോടക വസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചോ എന്നടക്കം ഇനി പരിശോധിച്ച് റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതേസമയം വെടിക്കെട്ട് സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ തേടിയുള്ള പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. പ്രാഥമിക തെളിവെടുപ്പ് ADM പൂർത്തിയാക്കി കഴിഞ്ഞു. വെടിക്കെട്ട് നിർമ്മാണശാലയുടെ സമീപത്തുണ്ടായിരുന്ന കുളത്തിലെ പരിശോധനയും പൂർത്തിയായി. അവിടെ നിന്നും ശരീരഭാഗങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ചില വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ വസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് അയച്ചിരിക്കുകയാണ്. ഇനി പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ബാക്കി തീരുമാനം ഉണ്ടാവുക. മുണ്ടത്തിക്കോട് വെടിമരുന്ന് സ്ഫോടന ദുരന്തത്തിൽ 13 പേരാണ് മരിച്ചത്. ആ 13 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരെയും തിരിച്ചറിഞ്ഞു. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 5 പേർ ഉൾപ്പെടെ 13 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുവരെ മോർച്ചറിയിൽ എത്തിയത് 9 മൃതദേഹമാണ്. 7 പേരെ തിരിച്ചറിഞ്ഞു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതായി റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായി ചേർന്ന ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് ഓൺലൈനായി പങ്കെടുത്തതിനു ശേഷം തൃശൂർ കളക്ടറേറ്റിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ അടിയന്തര സഹായമെന്ന നിലയിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ ലഭിക്കും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദീയമായ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രത്യേക സഹായമായി 2 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റവരെ 6 മാസത്തേക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിന്റെ പൂർണ്ണമായ ചെലവും കേരള സർക്കാർ ഏറ്റെടുക്കും. ആവശ്യമായ സംഖ്യ എത്രയാണെന്ന് ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്.